ഹർഷ, തിരുവനന്തപുരം ചീഞ്ഞു നാറുന്നു. ഇത് നമ്മൾ പറഞ്ഞതല്ല. അവിടുത്തെ BJP ഭരണത്തിനെ കുറിച്ച് CPM-കാരായിട്ടുള്ള VK പ്രശാന്ത് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ചീഞ്ഞു നാറുകയാണ്. VK പ്രശാന്ത് വെറും ഒരു CPM പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു CPM-കാരൻ എന്നതിനേക്കാൾ ഉപരി MLA ആണ് അദ്ദേഹം. നമ്മൾ കണ്ടിരുന്നു BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു CPM MLA ആയിരുന്നു VK പ്രശാന്ത്. R ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ അവിടെ നിന്നും MLA ഓഫീസ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് മറ്റൊരിടത്ത് പോയി ഓഫീസ് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP തലസ്ഥാന നഗരം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ നടക്കുന്നത് BJPയുടെ തോന്നിവാസമാണ്, അല്ലെങ്കിൽ തലസ്ഥാന നഗരം മാലിന്യ കൂമ്പാരമായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുൻപ് CPM ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇടത് സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പേര് എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രന്റേത് തന്നെയാണ്. നമ്മൾ കണ്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ തിരുവനന്തപുരം മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനെ കുറിച്ച് വലിയ രീതിയിൽ മോശ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും CPM അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും അതിനുശേഷം BJP അധികാരത്തിൽ വരുന്നു. BJP വളരെ എളുപ്പത്തിൽ തന്നെ തലസ്ഥാന നഗരം പിടിച്ചെടുത്തതിന് പ്രധാന കാരണം ആര്യ രാജേന്ദ്രനാണ് എന്ന് പറയുന്ന ഒരു നിലയിൽ കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ ഭരണം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ് VK പ്രശാന്ത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം എങ്ങനെയാണ് BJP വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ വളർച്ചയിൽ CPM-ന് ഭയം ഉണ്ടാക്കി തുടങ്ങിയോ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു സംശയം. കാരണം തലസ്ഥാന നഗരം വളരെ എളുപ്പത്തിൽ പിടിച്ചെടുത്തതുപോലെ ഇനിയിപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന CPM-ന്റെ കോട്ടകളായിട്ടുള്ള പലയിടങ്ങളും BJP പിടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് തീർച്ചയായും CPM-ന് ഒരു തിരിച്ചടിയാകുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയായിരിക്കണം മുൻകൂട്ടി ഇപ്പോൾ തന്നെ ഒരു സൂചന നൽകുന്നത്. BJP വളരെ മോശമായ ഒരു ഭരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ ചെയ്തിരുന്ന എല്ലാ നല്ല പ്രവർത്തികളെയും ഇല്ലാതെയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത്, വീടുകളിൽ മാലിന്യം സംസ്കരിക്കാനുള്ള ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഓരോ നീക്കങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുകയും അതെല്ലാം വെറുതെയാക്കുന്ന ഒരു നിലയിൽ BJP കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ അതുപോലും ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ CPM നിയമസഭയിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ CPM-നെ പുകഴ്ത്തിക്കൊണ്ട് BJP ഇകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്രയും നാൾ നമ്മൾ കണ്ടത് ഇത് ഒരു തോൽവി ഭയന്നിട്ട് തന്നെയാണോ VK പ്രശാന്ത് ഇത്തരത്തിൽ പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം തിരുവനന്തപുരവുമായി നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അവിടെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPM എന്ന് പറയുന്നത്. അത് നിലംപരിശാകുന്നൊരു സാധ്യതയാണ് നമ്മൾ കണ്ടത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു കുതിച്ചുകയറ്റം ഉണ്ടാകും. അത് ആദ്യമേ തന്നെ തടയണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് മാത്രമേ തടയൂ. ആ രീതിയിലാണോ VK പ്രശാന്ത് ഇത്തരത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതെ, ഇപ്പോൾ നമുക്കറിയാം കഴക്കൂട്ടം മാത്രമല്ല, കഴക്കൂട്ടത്ത് അദ്ദേഹം MLA ആണ്. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഏതൊരു മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടേക്ക് BJPക്ക് ഒരു വളർച്ച ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തന്റെ മണ്ഡലം ഉൾപ്പെടെ പല മണ്ഡലങ്ങളും കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഭയം VK പ്രശാന്തിന് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നല്ല MLA, ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ഇമേജ് കോട്ടം തട്ടാൻ ആ ഒരു വിവാദം കാരണമായിരുന്നു. അത് പിന്നീട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നും മാറി അദ്ദേഹം മറ്റൊരിടത്തേക്ക് മാറി പോകുന്ന ഒരു സാഹചര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ കൗൺസിലറുടെ മുന്നിൽ മുട്ടുകുത്തി MLA അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് നിൽക്കുന്ന MLA വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് കൗൺസിലറുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു MLA ആയി VK പ്രശാന്തിന് വീണ്ടും ഒരു നല്ല പരിവേഷം കിട്ടുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മൾ തിരുവനന്തപുരത്ത് വീണ്ടും കണ്ടത്. അപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന സമയത്ത് ഒരു തോൽവി ഏറ്റുവാങ്ങി അത് തന്റെ മണ്ഡലമെങ്കിലും സേഫ് ആക്കി വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ ഒരു നീക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി തിരുവനന്തപുരം തദ്ദേശത്തിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ നിയമസഭയിലും തിരുവനന്തപുരം പിടിക്കണമെന്നുള്ള ഉദ്ദേശം BJP കൃത്യമായി നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ BJP ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ CPM-ന് ഉയർത്തി കാണിക്കാൻ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും വലിയ രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി VK പ്രശാന്തിന്റെ ഭാഗത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നാണ്. തെറ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കയറിയിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുമ്പോഴാണ് ജനങ്ങൾ അവർക്ക് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കൂ എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ
പറഞ്ഞു വെച്ച് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരു പാർട്ടികളും മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ BJP ആണെങ്കിലും CPM ആണെങ്കിലും നേർക്ക് നേരൊരു യുദ്ധത്തിനിറങ്ങാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആദ്യമേ തന്നെ നമ്മൾ കണ്ടിരുന്നു BJPയും CPM തമ്മിലുള്ള യുദ്ധമാണ് ശ്രീലേഖയും പ്രശാന്തും തമ്മിൽ കാണുന്നത് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു പ്രശാന്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് BJPയുമായി CPMന് യാതൊരു രീതിയിലുമുള്ള അലയൻസും ഇല്ല, ഈ പറയുന്നത് പോലെയുള്ള ഐക്യമൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, BJP ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിമർശിക്കാറുണ്ട് എന്നുള്ളത് മുന്നേ കൂട്ടി പറഞ്ഞു വെക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു തിരുവനന്തപുരം നഗരസഭ, അല്ലെങ്കിൽ തിരുവനന്തപുരം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് CPM അവിടെ തോറ്റു അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു, BJP അവിടെ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൂടുതലും ഒരു അത്ഭുതമൊന്നും ആർക്കും തോന്നിയില്ല എന്നുള്ളത്. തോന്നിയിരുന്നത് BJPയുടെ വിജയത്തിലായിരുന്നു. ഒരിക്കലും CPMന്റെ തോൽവിയിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ആർക്കും തോന്നിയില്ല. ഇത് സ്വാഭാവികമാണ് എന്ന് തന്നെയാണ് പലരും ചിന്തിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ BJPയുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ തിരുവനന്തപുരം തന്നെ ലക്ഷ്യമിട്ട് വരുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു നീക്കമാണ് പ്രശാന്ത് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരേ സമയം BJPയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിൽ നിന്നും MP-മാരായി കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ആളുകൾ കേരളത്തിൽ എന്ത് ചെയ്തു, ഒന്നും ചെയ്തില്ല, കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറയുന്നു. BJP ആയിട്ടുള്ള ആളുകൾ, നമുക്കറിയാം BJP ആണ് നമ്മുടെ ഭാരതം ഭരിക്കുന്നത്, അപ്പോൾ അവരെന്ത് തന്നു, കേന്ദ്ര സർക്കാർ കേരളത്തിന് എന്ത് തന്നു, ഒന്നും തന്നിട്ടില്ല. ആകെ CPM മാത്രമാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോകുന്നത്, CPM മാത്രമാണ് കേരളത്തിലെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത് പോലെ 5000-ന് മുകളിൽ കോടി രൂപയോളം കേന്ദ്ര സർക്കാർ 2025 സെപ്റ്റംബറിൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടിടത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് നൽകേണ്ടിടത്ത് അത് തരാതെ പോകുന്നത് കോൺഗ്രസ് MP-മാരുടെ കഴിവുകേടാണ്. അപ്പോൾ കോൺഗ്രസിനെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. അതോടൊപ്പം തന്നെ BJPയും കേരളത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ്. ആർക്കും വേണ്ടാത്ത കുറെ നിയമങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് BJPയും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നീടുള്ളത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CPM മാത്രമാണ്. അതിപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല, കേരളം ഒട്ടാകെ നിങ്ങൾ CPMനെ മാത്രം വിശ്വസിക്കുക, വീണ്ടും CPMന് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ല, BJPയെ കൃത്യമായി ജനങ്ങൾക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJPയുടെ കയ്യിലായിട്ട് ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ചുരുക്കം നാളുകളെ ആയിട്ടുള്ളൂ. അവർക്ക് അവരുടെ ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 വർഷം ഭരിച്ചിട്ടും അല്ലെങ്കിൽ 10 വർഷം ഭരിച്ചിട്ടും അതിൽ 5 വർഷം ആര്യ രാജേന്ദ്രൻ മേയറായി ഭരിക്കുന്ന ഒരു സാഹചര്യം, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ എന്തുണ്ടാക്കിയിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് BJPയെ ഈ പറയുന്നത് പോലെ എതിർക്കുന്നതിലൂടെ അല്ലെങ്കിൽ കുറ്റം ചാർത്തിക്കൊണ്ട് നൽകുന്നതിലൂടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് VK പ്രശാന്ത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയായിരിക്കും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒരു വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ പറയുന്നത് പോലെ VK പ്രശാന്ത് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ താൻ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ സാധിക്കുമായിരിക്കും.